ിലേക്ക് സ്വാഗതം. മഞ്ഞുമൽ ബോയ്സിൻ്റെ 17-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരികയാണെങ്കിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സിനിമ ഈ ഒരു ശനിയാഴ്ച നേടുന്നത്. അതായത് ഇന്നലെ സിനിമയ്ക്ക് അവധി ദിവസമായിരുന്നതുകൊണ്ട് തന്നെ 948ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിരുന്നു. അതായത് ഇന്നലെ ലഭിച്ചത് 2,20,00,000 മുകളിലായിരുന്നു ട്രാക്ട് കളക്ഷൻസ്. അതായത് ഏറെക്കുറെ 3 കോടിക്ക് അടുത്ത് എന്ന് തന്നെ പറയാം. ഇന്ന് ശനിയാഴ്ചത്തേക്ക് വരുമ്പോൾ അതിന് സമാനമായിട്ടല്ല, അതിന് മുകളിലാണ് ഇതിൻ്റെ കളക്ഷൻ വരുന്നത്. ഇന്നലെ ടോട്ടൽ അത്രയാണെങ്കിൽ ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 716ഓളം ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 56% ഒക്യുപ്പൻസിയിലാണ് പോകുന്നത്. ഇന്നലെ 54% എന്നുള്ളതാണ്. ഇവിടെ 1,73,00,000 രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ട് കളക്ഷൻസിലൂടെ. അതായത് പ്രൊജക്റ്റഡ് സ്കോർ വരുന്നത് 2,38,00,000 രൂപ, ഇന്നലത്തേനേക്കാൾ മുകളിൽ, അതായത് 3 കോടി ടച്ച് ചെയ്യുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് ട്രാക്ട് കളക്ഷൻസിലൂടെ മാത്രമായിട്ട് സിനിമ ഇന്നലെയും ഇന്നുമായിട്ട് നേടിയിരിക്കുന്നത് ഏകദേശം 5 കോടിക്ക് മുകളിൽ എന്ന് തന്നെ ആണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ 4.5 കോടിക്ക് മുകളിൽ എന്ന് തന്നെ പറയാം. അതായത് 6 കോടിയോളമാണ് ഈ 2 ദിവസമായിട്ട് സിനിമ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സിനിമ 125 കോടിയോളമാണ് ടോട്ടൽ കളക്ഷൻ വന്നിരിക്കുന്നത്. ഈ 2 ദിവസം കൂടെ വരുമ്പോഴത്തേക്ക് കേരള കളക്ഷൻ മാത്രമായിട്ട് തന്നെ 130 കോടിയും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 135 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളിലായിരിക്കുന്നു. അതായത് ഞായറാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചയോട് കൂടി തന്നെ സിനിമ 150 കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. ഇതുവരെ തമിഴിൽ നിന്ന് ഒരു മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര ഗംഭീരമായ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ചില വിവാദങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിഞ്ഞു. ഈ സിനിമ അവിടെ വലിയ രീതിയിൽ വിജയിച്ച് തിയേറ്ററുകൾ അമ്മാതിരി കൊലത്തൂക്ക് നടത്തുമ്പോൾ അവിടെയുള്ള ചില സിനിമയിലെ അല്ലെങ്കിൽ ചെറിയ സിനിമകൾ വരുന്നവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മലയാളികൾ തന്നെയാണ് തമിഴ് സിനിമകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വരുന്ന വിജയ് സിനിമകൾ, രജനീകാന്ത് സിനിമകളൊക്കെ 50 കോടിക്ക് മുകളിൽ നേടി പോകുന്നു. കേരളത്തിൽ മികച്ച രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ മാറ്റി ഇവിടെ സ്ഥലം കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ തിയേറ്റർ കൊടുത്ത് ഓടിക്കുന്നു എന്നോ. പക്ഷേ തമിഴിൽ അമ്മാതിരി ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ഈ ഒരു സിനിമ ആളുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ വലിയ സപ്പോർട്ടോട് കൂടിയല്ല. ജനങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് അവർ എത്തിച്ചേക്കുന്ന സിനിമയാണ്. എന്നിരുന്നിട്ട് പോലും അവിടെ ഈ സിനിമയെ സപ്പോർട്ട് കുറയ്ക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും അത് അവന് നടക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് 30 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും 50 കോടി എന്ന സ്വപ്നമായിട്ടുള്ള ഒരു ഫിഗർ വരുന്നത് ഈ ഒരു സിനിമയ്ക്ക് തന്നെ ആയിരിക്കും എന്നല്ല പ്രതീക്ഷിക്കാം. എന്തായാലും ഗംഭീരമായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു. നാളത്തേക്കുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ അതിഗംഭീരമാണ്. ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമേ കേരള കളക്ഷൻ 36 കോടി, അതായത് സിനിമ 50 കോടിയുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലും പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം.